വെൽക്കം ടു സൈറ ലേണിംഗ്സ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എമർജൻസ് ഓഫ് സൈക്കോളജി, അതായത് NTA UGC നെക്സ്റ്റ് സിലബസിന്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് മോഡ്യൂൾ എമർജൻസ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്ന ഫസ്റ്റ് മോഡ്യൂളിലെ ഇൻഡിജിനൈസേഷൻ എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ ബേസിക്കലി യെസ്, ഇൻഡിജിനൈസേഷൻ എന്നൊരു വേർഡ് എന്താണ് മീൻ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് നമ്മുടെ ഒരു ഇന്ത്യൻ സൈക്കോളജിസ്റ്റുകളുടെ ഇടയിലേക്ക് വന്നു തുടങ്ങിയത്, അല്ലെങ്കിൽ അതിലൂടെ അവർ എന്താണ് ഉദ്ദേശിച്ചത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇൻഡിജിനൈസേഷൻ ബേസിക്കലി, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ടാവാം. ഓക്കെ, സോ ആദ്യം തന്നെ ഇൻഡിജിനൈസേഷൻ എന്ന് പറയുന്ന ഒരു വേർഡിന്റെ മീനിങ് വരുന്നത് മേക്ക് സംതിങ് നേറ്റീവ് എന്നുള്ളതാണ്. അതായത് ഒരു കാര്യം നേറ്റീവ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. സോ ഇതിന്റെ ഒരു ബേസിക് കാര്യം എന്താണ് ഇൻഡിജിനൈസേഷൻ എന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, നമുക്കറിയാം നമ്മുടെ സൈക്കോളജിയിൽ നമ്മളിപ്പോഴും സ്റ്റിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല തിയറീസും അല്ലെങ്കിൽ പല സൈക്കോളജിക്കൽ ടെസ്റ്റുകളും അല്ലെങ്കിൽ പല പ്രിൻസിപ്പിൾസും ഈ കാര്യങ്ങളൊക്കെ ഒരു വെസ്റ്റേൺ വേൾഡിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇത് ഏത് പരിധി വരെ നമ്മുടെ ഒരു ഈസ്റ്റേൺ പെർസ്പെക്റ്റീവിൽ ആപ്ലിക്കബിൾ ആവും എന്നുള്ളതും, അതേപോലെ തന്നെ ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഒരു സോഷ്യൽ കൾച്ചറൽ ആസ്പെക്റ്റുകളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മളുടേതായിട്ടുള്ള തിയറീസ് ഉയർന്നു വരണം എന്നുള്ളതും, അതായത് സൈക്കോളജി എന്ന് പറയുന്ന ഫീൽഡിനെ ജസ്റ്റ് ഒരു കടമെടുക്കൽ സംഭവമാക്കി മാറ്റുന്നതിലപ്പുറത്തേക്ക് വെസ്റ്റേൺ ഫീൽഡിൽ നിന്നും അല്ലെങ്കിൽ വെസ്റ്റേൺ വേൾഡിൽ നിന്നും കടമെടുത്തിട്ടുള്ള ഒരു ഫീൽഡിനപ്പുറത്തേക്ക് അത് ഒരു കുറച്ചും കൂടി നേറ്റീവ് ആക്കി മാറ്റാം, നമ്മുടെ ഒരു ഇന്ത്യൻ പെർസ്പെക്റ്റീവിലൂടെ കാര്യങ്ങൾ നോക്കി കാണാനും സോഷ്യോ കൾച്ചറൽ പ്രോബ്ലത്തിനെ അഡ്രസ്സ് ചെയ്യാനും നമ്മളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് അതിലേക്ക് വരുത്തുക എന്നുള്ളതാണ് ഇൻഡിജിനൈസേഷൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ബേസിക്കലി ഇൻഡിജിനൈസേഷൻ എന്നുള്ളൊരു വേർഡ് മീൻ ചെയ്യുന്നത് മേക്കിംഗ് സംതിങ് നേറ്റീവ് എന്നുള്ളതാണ്. Okay, so the core of indigenization is belief that all the knowledge, including that of psychology, is rooted in the prevalent worldview of a community and is conditioned by historical and socio-cultural factors. അപ്പം ഇതിലൂടെ മീൻ ചെയ്യുന്നത് ഇത്രയുമാണ്. അതായത് ഇപ്പം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന തിയറീസ് ആണെങ്കിലും പ്രിൻസിപ്പിൾസ് ആണെങ്കിലും സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ആണെങ്കിലും ഇത് വേറൊരു കോണ്ടെക്സ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഈസ്റ്റേൺ പെർസ്പെക്റ്റീവ് ഈസ്റ്റേൺ കൺട്രീസിൽ ആപ്ലിക്കബിൾ ആയിക്കൊള്ളണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ആവാനും ആവാതിരിക്കാനും സാധ്യതകളുണ്ട്. അപ്പം നമ്മളുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവ്സും നമ്മളുടേതായിട്ടുള്ള തിയറീസും അല്ലെങ്കിൽ നമ്മളുടെ ഒരു സോഷ്യോ കൾച്ചറൽ പ്രോബ്ലത്തിനൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ തിയറീസും പ്രിൻസിപ്പിൾസും ഒക്കെ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നുമാണ് ബേസിക്കലി ഇൻഡിജിനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം പോസിബിൾ ആയിട്ട് മാറിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് ബേസിക്കലി നമ്മുടെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എറ, അതായത് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷമുള്ള ടൈം പീരീഡിലാണ് ഈ പറയുന്ന ഡ്യൂറിങ് 1980s, കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ 1980കളിൽ ആ ഒരു ടൈം പീരീഡിലാണ് ഇങ്ങനെ ഒരു മാറ്റം വേണമെന്നതും ഇൻഡിജിനൈസേഷൻ പോസിബിൾ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ചിന്തകൾ വന്നു തുടങ്ങിയത് എന്നതാണ് ഫ്രം ഡിഫറെൻറ്റ് സൈക്കോളജിസ്റ്റ്. സോ ഇതിൽ ഒരു കനാഡിയൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ജോൺ എഡേർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇൻഡിജിനൈസേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് പോയിട്ട് നമുക്കിത് കുറച്ചും കൂടി നേറ്റീവ് ആക്കാം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരു സംഭവമല്ല, കുറച്ചും കൂടി ഗ്രാജുവൽ ആയിട്ട് വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സായിട്ടാണ് ബേസിക്കലി ഇൻഡിജിനൈസേഷൻ ആൾ കാണുന്നത് എന്നുള്ളതാണ്. സോ ബേസിക്കലി യെസ്, ഇറ്റ്സ് എ വെരി ഗ്രാജുവൽ പ്രോസസ്. ഓക്കെ, അതേപോലെ തന്നെ ഇതിലൂടെ നമ്മൾ മീൻ ചെയ്യുന്നത് ഇപ്പം ഈ പറയുന്ന വെസ്റ്റേൺ ഫീൽഡിൽ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ തിയറീസിനെയും അല്ലെങ്കിൽ എല്ലാ പ്രിൻസിപ്പിൾസിനെയും അല്ലെങ്കിൽ എല്ലാ സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിനെയും ബ്ലൈൻഡായിട്ട് റിജക്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമല്ല നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പകരം എന്താണ്, സൈക്കോളജി എന്ന് പറയുന്നത് ഒരു വെസ്റ്റേൺ വേൾഡിനെ കുറിച്ചിട്ടുള്ള ഒരു പ്യുവർ ഇമിറ്റേഷൻ അല്ലെങ്കിൽ വെസ്റ്റേൺ വേൾഡിൽ നിന്നുള്ള ഒരു പ്യുവർ ഇമിറ്റേഷനിൽ അപ്പുറത്തേക്ക് കുറച്ചും കൂടി നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലും ഉള്ളൊരു ഫീൽഡായിട്ട് സൈക്കോളജിനെ വളർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു ബേസിക്കലി ഇതിന്റെ പിന്നിലുള്ളൊരു ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിലുള്ള സോഷ്യൽ ഫാക്ടേഴ്സും കൾച്ചറൽ ഫാക്ടേഴ്സും അതേപോലെ തന്നെ സോഷ്യൽ പ്രോബ്ലത്തിനെയും ഒക്കെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ സൈക്കോളജിനെ മാറ്റിയെടുക്കുക എന്നുള്ളതായിരുന്നു ബേസിക്കലി ഇൻഡിജിനൈസേഷൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് എന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഈ ഇൻഡിജിനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇത് ബേസിക്കലി ഇറ്റ് ഇസ് ഓഫ് ടു ടൈപ്സ്, ദാറ്റ് ഇസ് എൻഡോജീനിയസ് ആൻഡ് എക്സോജീനിയസ്. ഇതെന്താണ് എന്നുള്ളത് പറയാം. അതായത് ഡി സിൻഹ പറയുന്ന ഒരു കാര്യമുണ്ട്, ആള് പറയുന്നത് നമുക്ക് തന്നെ ട്രഡീഷണൽ ആയിട്ട് ഡിഫറെൻറ്റ് നോളജ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ പറയുന്ന ഈസ്റ്റേൺ വേൾഡ് നമുക്ക് യോഗ എന്ന് പറയുന്ന ഒരു സംഭവം, ഭഗവത്ഗീത ഡിഫറെൻറ്റ് ഒരു ലാർജ് എക്സ്റ്റെൻറ്റിലേക്ക് വരെ നമ്മുടെ ഒരു സൈക്കോളജി എന്ന് പറയുന്ന ഫീൽഡിലേക്ക് ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഭഗവത്ഗീത ആൻഡ് ഓൾസോ ഇന്റഗ്രൽ യോഗ.
അതേപോലെ തന്നെ സൂഫിസം, അങ്ങനെ പല ഈസ്റ്റേൺ പെർസ്പെക്റ്റീവ് തന്നെ വി ഹാവ് എന്താ പറയുക ട്രഷർ ഫുൾ ഓഫ് നോളജ്, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇത്രത്തോളം കാര്യങ്ങൾ സൈക്കോളജിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു വെസ്റ്റേൺ വേൾഡിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള തിയറീസിൽ മാത്രം റിലൈ ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ല എന്നുള്ളതും അതേപോലെ തന്നെ അപ്പം അത് കൊണ്ട് തന്നെ നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഒരു അക്കാഡമിക് സൈക്കോളജി, ഒരു അക്കാഡമിക് ഫീൽഡ് ഓഫ് സൈക്കോളജി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതിൻ്റെ ഒരു ആവശ്യകതയും ആള് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അതേപോലെ തന്നെ ഈ പറയുന്ന ഇൻഡിജിനൈസേഷൻസ് ഓഫ് ടു ടൈപ്സ് എന്നുള്ളതും ആള് തന്നെയാണ്, ഡിസിൻഹയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ദാറ്റ് ഇസ് എൻഡോജീനിയസ് ആൻഡ് എക്സോജീനിയസ്. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു വാട്ട് ഇസ് എൻഡോജീനിയസ് ആൻഡ് എക്സോജീനിയസ്. എൻഡോജീനിയസ് എന്ന് പറയുന്നത് ബേസിക്കലി അത് വളരെയധികം കൾച്ചർ ബൗണ്ട് ആയിട്ട് നമ്മുടെ സ്വന്തം, അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു നാടിൻ്റെ ഒരു കൾച്ചർ, സോഷ്യൽ ഫാക്ടേഴ്സ്, കൾച്ചറൽ ഫാക്ടേഴ്സ് കുറച്ചും കൂടി കൾച്ചർ ബൗണ്ട് ആയിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റാണ് എൻഡോജീനിയസ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടേതായിട്ടുള്ള ഒരു നാടൻ ശൈലികളും അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ഒരു കൾച്ചറൽ ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു നേറ്റീവ് രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻഡോജീനിയസ് കൊണ്ട് ഉദ്ദേശിച്ചത്. എക്സോജീനിയസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു നേറ്റീവ് ആയിട്ടുള്ള കൾച്ചറൽ ഫാക്ടേഴ്സ് മാത്രമല്ല, ഇതിൽ ചെറുതായിട്ടൊക്കെ ഈ പറയുന്ന പോലെ വേറെ കൺട്രീസിനൊക്കെ കടമെടുത്തിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകളും തിയറീസും ഒക്കെ ഒന്ന് ഇന്റർമിക്സ് ചെയ്തിട്ട് രണ്ടും കൂടി ചേർന്നിട്ടുള്ളതാണ് എക്സോജീനിയസ് ഇൻഡിജിനൈസേഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ രണ്ട് രീതിയിലുള്ള ഇൻഡിജിനൈസേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഡി സിൻഹ പറയുന്നത്. ദാറ്റ് ഇസ് എൻഡോജീനിയസ് ആൻഡ് എക്സോജീനിയസ്. ഇതിൽ എൻഡോജീനിയസ് ആണ് പ്യുവർലി കൾച്ചർ ബൗണ്ട് ആയിട്ടുള്ളത്. എക്സോജീനിയസ് ഇസ് എ മിക്സ് ഓഫ് ബോത്ത്. ബട്ട് മോസ്റ്റ്ലി നമ്മുടെ ഒരു കൾച്ചറിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള അഡേർ എന്ന് പറയുന്ന കനേഡിയൻ സൈക്കോളജിസ്റ്റ് ഓപ്പറേഷണലൈസ് ചെയ്തത് എന്താണ് ഇൻഡിജിനൈസേഷൻ എന്നുള്ളത് കുറച്ചും കൂടി ഓപ്പറേഷണലൈസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. കൾച്ചറൽ സെൻസിറ്റിവിറ്റി ഓഫ് റിസർച്ച് ഇൻ ഡിസൈനിങ് എ സ്റ്റഡി ആൻഡ് ഡിസ്കസിങ് ഇറ്റ്സ് ഫൈൻഡിങ്. അതായത് നമ്മളിപ്പോൾ ചെയ്യുന്ന ഓരോ സ്റ്റഡീസും കുറച്ചും കൂടി കൾച്ചർ ബൗണ്ട് ആവുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു ഇന്ത്യയിലെ റെലവെന്റ് ആയിട്ടുള്ള സോഷ്യൽ പ്രോബ്ലംസ്, കൾച്ചറൽ പ്രോബ്ലംസ്, അല്ലെങ്കിൽ അങ്ങനെ കുറച്ചും കൂടി കൾച്ചർ ബൗണ്ട് ആയിട്ടുള്ള റിസർച്ചുകൾ മുന്നോട്ട് വരിക, അതിൻ്റെ ഫൈൻഡിങ്സും ഡിസ്കഷൻസും ഒക്കെ അതേ രീതിയിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. ഇസ് നെക്സ്റ്റ് സൈറ്റേഷൻ ഫ്രം വൺസ് ഓൺ കൾച്ചർ. നമ്മളിപ്പോൾ പല റിസർച്ചിൻ്റെയും ഭാഗമായിട്ട് നമ്മൾ സൈറ്റേഷൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സൈറ്റ് ചെയ്യുന്ന സമയത്ത് എവിടെയോ നടന്നിട്ടുള്ള വെസ്റ്റേൺ വേൾഡിൽ നടന്നിട്ടുള്ള സ്റ്റഡീസ് മാത്രം സൈറ്റ് ചെയ്യുന്നതിലപ്പുറത്തേക്ക്, അതായത് അങ്ങനെ ഒരു സിറ്റുവേഷൻ എത്തണം എന്നുള്ളതാണ്. അത്രത്തോളം സ്റ്റഡീസ് നമ്മുടെ ഒരു കൾച്ചർ ബൗണ്ട് ആയിട്ട് നടക്കുകയും അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ സൈറ്റ് ചെയ്യേണ്ടി വരിക, നമ്മുടെ സ്റ്റഡീസ് തന്നെ സൈറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ വരണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. മൂന്നാമത്തത് പ്രോബ്ലം ഓറിയന്റേഷൻ. ഈ പറഞ്ഞ പോലെ വെസ്റ്റേൺ വേൾഡിലുള്ള പ്രോബ്ലംസ് ആയിക്കൊള്ളണം എന്നില്ല നമ്മൾ അനുഭവിക്കുന്ന പ്രോബ്ലംസ്. ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അപ്പം കുറച്ചും കൂടി നമ്മുടെ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ വാട്ട് വി ഫേസ് റിയലി, അപ്പം അതിനെ കുറച്ചും കൂടി ഓറിയന്റേഷൻ കൊടുക്കണം എന്നുള്ളതാണ് തേർഡ് പോയിന്റ്. ഫോർത്ത് പോയിന്റ് ഇസ് ഡെവലപ്മെന്റ് ഓഫ് കൾച്ചർ ബേസ്ഡ് കോൺസെപ്റ്റ്സ്, തിയറീസ് ആൻഡ് മെത്തേഡ്സ്. ഇപ്പം ഞാൻ ആദ്യം മുതൽ പറയുന്നതാണ്, അതായത് വെസ്റ്റേൺ വേൾഡിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള തിയറീസിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ മെത്തേഡ്സിനപ്പുറത്തേക്ക് നമ്മുടെ ഒരു കൾച്ചറിനും സോഷ്യൽ ഫാക്ടേഴ്സിനും ഒക്കെ കുറച്ചും കൂടി അഡിയർ ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടി സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന തിയറീസും പ്രിൻസിപ്പിൾസും മെത്തേഡ്സും ഡെവലപ്പ് ചെയ്യുക എന്നതാണ്. ഫിഫ്ത്ത് വൺ ഇസ് കൾച്ചറലി ആങ്കേർഡ് ടെസ്റ്റ്. ഇപ്പം നമ്മളുടെ ഈ പറയുന്ന പല സൈക്കോളജിക്കൽ ടെസ്റ്റുകളുടെയും അതിൽ വേർഡ് ഫ്രെയിമിങ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത് കുറച്ചും കൂടി വെസ്റ്റേൺ വേൾഡിൽ ഫിറ്റ് ചെയ്യുന്നതാണ്. സോ അതിനെ കുറച്ചും കൂടി മാറ്റിയെടുത്തിട്ട് കുറച്ചും കൂടി നമ്മുടെ ഒരു കൾച്ചറൽ ബൗണ്ടായിട്ട് മാറ്റുക എന്നതാണ് കൾച്ചറലി ആങ്കേർഡ് ടെസ്റ്റ്, അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ശൈലികൾക്ക് അനുസരിച്ചിട്ടുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഫിഫ്ത്ത് പോയിന്റ്. സിക്സ് ഇസ് ക്രോസ് കൾച്ചറൽ കമ്പാരിസൺ. നമ്മളുടെ അകത്ത് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് അത്രത്തോളം ഡൈവേഴ്സിറ്റീസ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു നേഷനാണ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ ഇന്ത്യയിൽ തന്നെ അത്രത്തോളം ഡൈവേഴ്സിറ്റീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളുടെ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് എപ്പോഴും ക്രോസ് കൾച്ചറൽ ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് കൾച്ചേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തുകൊണ്ട് പല സ്റ്റഡീസും മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് സിക്സ്ത് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് അപ്പം ഇവർ മെയിനായിട്ട് ഉദ്ദേശിച്ചത് നമ്മൾ മാറ്റം വരേണ്ടത് എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് മാറുക, ക്രോസ് കൾച്ചറൽ സൈക്കോളജി കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതേപോലെ തന്നെ ഇന്ത്യൻ സൈക്കോളജി എന്ന് പറയുന്ന ഒരു കാര്യം കൂടി. അപ്പോൾ മൂന്ന് കാര്യങ്ങൾക്കാണ് ബേസിക്കലി ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. വളരെ പ്യുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻഡിജിനിയസ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ സൈക്കോളജി ഡെവലപ്പ് ആവണം, പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു റിസർച്ചുകൾ മുന്നോട്ട് വരണം, അതായത് കുറച്ചും കൂടി നമ്മളുടേതായിട്ടുള്ള പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിസർച്ചുകൾ മുന്നോട്ട് വരണം. ആൻഡ് ഓൾസോ ക്രോസ് കൾച്ചറൽ സൈക്കോളജി ദാറ്റ്സ് ഡിഫറെൻറ്റ് കൾച്ചേഴ്സിനെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ളൊരു
ഫീൽഡ് ഉയർന്നു വരണം എന്നത്. ഓക്കെ. സോ ബേസിക്കലി അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ സൈക്കോളജിയിൽ പല മാറ്റങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഇനീഷ്യേറ്റീവ്സും മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് റിസർച്ചസ് നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഇൻഡിജിനൈസേഷൻ്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. Okay, Indian psychology interviews not only provide an understanding of the nature of the person, the causes and the consequences of his or her conduct, but also explore the methods and means of transforming the person in pursuit of perfection, in being, certainly in knowing and happiness of feeling. അതായത് ഇപ്പം ഇന്ത്യൻ സൈക്കോളജി നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ബേസിക്കലി അതിൽ കുറച്ചും കൂടി ഈ പറയുന്ന സ്പിരിച്വാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്റഗ്രൽ യോഗ അങ്ങനത്തെ കുറച്ചും കൂടി ഒരു മനുഷ്യനെ ഫുള്ളി ഡെവലപ്ഡ് ആക്കുന്ന രീതിയിലുള്ള പല മെത്തേഡ്സുമാണ് നമ്മൾ ഈസ്റ്റേൺ പെർസ്പെക്റ്റീവിൽ വരുന്നത്. അപ്പം ഇന്ത്യൻ സൈക്കോളജി എന്ന് പറയുന്നത് ആ രീതിയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഇന്ത്യൻ സൈക്കോളജി നോക്കിക്കാണുന്നത്. ദാറ്റ് ഈസ് ഒരു മനുഷ്യനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും ആളുടെ ഒരു പീക്ക് ലെവലിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഫീൽഡായിട്ടാണ് ഇന്ത്യൻ സൈക്കോളജിനെ എപ്പോഴും നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. അപ്പാർട്ട് ഫ്രം ഓൾ ദ തിയറീസ് ആൻഡ് ഓൾ ദാറ്റ് കുറച്ചും കൂടി സ്പിരിച്വാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടി സെൽഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലാണ് ഇന്ത്യൻ സൈക്കോളജി ഉയർന്നു വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് കമ്പയർഡ് ടു വെസ്റ്റേൺ സൈക്കോളജി. സോ ഈ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഇന്ത്യൻ സൈക്കോളജി എന്ന് പറയുന്നത് വെസ്റ്റേൺ സൈക്കോളജിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി സബ്ജക്റ്റീവ് ആയിട്ടുള്ള സെൽഫിന് ഭയങ്കരമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്നർ സെൽഫിന് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആവുക അല്ലെങ്കിൽ ഒരു സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എത്തുക എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് ഇന്നർ സെൽഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫീൽഡാണ് അല്ലെങ്കിൽ ഒരു ഫീൽഡാണ് ഇന്ത്യൻ സൈക്കോളജി കമ്പയർഡ് ടു വെസ്റ്റേൺ സൈക്കോളജി. വെസ്റ്റേൺ സൈക്കോളജിയിൽ പറഞ്ഞ പോലെ പല തിയറീസും അത് അവരുടേതായിട്ടുള്ളൊരു കൾച്ചർ ബൗണ്ട് ആയിട്ടുള്ളതാണ്. സോ ആസ് എ പാർട്ട് ഓഫ് ഇൻഡിജിനൈസേഷൻ നമ്മളിൽ വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി നമ്മളുടേതായിട്ടുള്ള ഈ പറഞ്ഞ ഭഗവത്ഗീത അല്ലെങ്കിൽ ഇന്റഗ്രൽ യോഗ നമ്മളുടേതായിട്ടുള്ള ഈസ്റ്റേൺ പെർസ്പെക്റ്റീവ്സിൽ കുറച്ചും കൂടി സൈക്കോളജിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സിനെ കുറച്ചും കൂടി ഗ്രാസ്പ് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. സോ അതിൻ്റെ ഒരു ഓവറോൾ കാര്യമായിട്ടാണ് പറഞ്ഞത് നമ്മൾ സെൽഫിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പെർസ്പെക്റ്റീവാണ് ബേസിക്കലി ഇന്ത്യൻ സൈക്കോളജിയിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് എന്തുകൊണ്ടാണ് ആളുകൾ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു സമയത്ത് ബേസിക്കലി സൈക്കോളജിസ്റ്റുകൾ ഇങ്ങനെ ഇൻഡിജിനൈസേഷനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് എന്നുള്ളതാണ്. ബേസിക്കലി ഒരു മാറ്റം എന്നുള്ളത് പെട്ടെന്ന് വരുന്നൊരു സംഭവമല്ല. എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മാറ്റി പിടിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുന്നത്. സോ ബേസിക്കലി ദ റീസൺസ് ബിഹൈൻഡ് ഇൻഡിജിനൈസേഷൻ വാസ് ദാറ്റ് ദ ഫെയിലിയർ ഓഫ് വെസ്റ്റേൺ സൈക്കോളജി ടു ഡീൽ വിത്ത് ദെയർ ഓൺ സോഷ്യൽ പ്രോബ്ലംസ്. അതായത് ഈ പറയുന്ന വെസ്റ്റേൺ സൈക്കോളജിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള തിയറീസ് കൊണ്ട് അവരുടേതായിട്ടുള്ള പ്രോബ്ലംസ് പോലും അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ വെസ്റ്റേൺ വേൾഡിലുള്ള പ്രോബ്ലംസ് പോലും അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ അത് പിന്നെ എങ്ങനെ അത് ഈസ്റ്റേൺ വേൾഡിലേക്ക് അപ്ലിക്കബിൾ ആവും എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഓക്കെ. രണ്ടാമത്തത് ദ ഗ്രോയിങ് പോപ്പുലാരിറ്റി ഓഫ് യോഗ ആൻഡ് അതർ സ്പിരിച്വൽ സിസ്റ്റം ഓഫ് ഇന്ത്യൻ ദി വെസ്റ്റ്. അതായത് നമ്മളുടേതായിട്ടുള്ള കുറച്ചും കൂടി ഇൻഡിജിനിയസ് ആയിട്ടുള്ള യോഗ അതേപോലെ തന്നെ അങ്ങനത്തെ കുറച്ചും കൂടി സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെസ്റ്റിലേക്ക് ഭയങ്കരമായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് നമ്മളുടേതായിട്ടുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യുന്നില്ല എന്നിട്ട് ബാക്കിയുള്ളവർക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നു എന്നുള്ള രീതിയിൽ. സോ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവായിരുന്നു രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് സെക്യുലർ നേച്ചർ ഓഫ് ഇന്ത്യൻ സൈക്കോളജി. അതായത് എല്ലാ കാര്യങ്ങളെയും കുറച്ചും കൂടി നമ്മൾ എന്താ പറയുക നമ്മുടെ കൺട്രിയിൽ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് റിലീജിയൻസ് ഉണ്ട്, ഡിഫറൻസ് എന്ന് പറയുന്നത് പല രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യൻ സൈക്കോളജി. സോ അവിടെ ഈ പറയുന്ന ഒരു ഫീൽഡ് ക്രോസ് കൾച്ചറൽ ആയിട്ടുള്ള പല മാറ്റങ്ങളും അല്ലെങ്കിൽ ക്രോസ് കൾച്ചറൽ ആയിട്ടുള്ള സ്റ്റഡീസും ഒക്കെ മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ട് വളരെയധികം അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. The fourth thing is that India is a major emerging economic power in the world. അതായത് ഇന്ത്യ അപ്പം മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ആഫ്റ്റർ ദി ഇൻഡിപെൻഡൻസ് ഇന്ത്യ ഭയങ്കരമായിട്ട് ഒരു എക്കണോമിക് പവറൊക്കെ ആയിട്ട് വളർന്നുകൊണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു. സോ അപ്പം എന്തുകൊണ്ട് നമ്മളുടേതായിട്ടുള്ള കുറച്ചും കൂടി ഇൻഡിജിനിയസ് ആയിട്ടുള്ള കുറച്ചും കൂടി നമ്മളുടേത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ഇന്ത്യൻ സൈക്കോളജി വളർന്നു വരണം എന്നുള്ളൊരു ആവശ്യം അവിടെ മനസ്സിലാക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻഡിജിനൈസേഷൻ എന്നൊരു പ്രോസസ്സ് അവിടെ നടക്കുകയും ചെയ്തതെന്നുള്ളതാണ്. സോ ഐ ഹോപ്പ് എന്താണ് ഇൻഡിജിനൈസേഷൻ എന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് വാട്ട് വർ ദ റീസൺസ് ദാറ്റ് ഹസ് ബീൻ ലെഡ് ടു ഇൻഡിജിനൈസേഷൻ ആൻഡ് അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ until we come back with another video, thank you so much.